നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബെന്നി കൊച്ചേരി. പ്രധാന വാർത്തകൾ. കുറവലങ്ങാട് പഞ്ചായത്തിലെ ഹോട്ടലുകൾക്കും ബേക്കറികൾക്കും മതിയായ മാലിന്യ സംസ്കരണ സംവിധാനമൊരുക്കാൻ പഞ്ചായത്തിന്റെ കർശന നിർദ്ദേശം. കോഴ ജില്ലാ കൃഷിത്തോട്ടത്തിൽ ജാതിത്തൈ വാങ്ങാനെത്തി നൂറുകണക്കിന് കർഷകർ നിരാശരായി മടങ്ങി. മണക്കനാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ യുദ്ധവിരുദ്ധ റാലിയും ഹിരോഷിമ ദിനാചരണവും നടത്തി. പദ്ധതി രൂപീകരണ ഗ്രാമസഭകൾ മേഖലയിൽ സജീവം. കുറവലങ്ങാട് നീടൂർ മേഖലയിൽ പനി വ്യാപകമായി. നീടൂർ പഞ്ചായത്തിൽ ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ഹോട്ടലുകൾക്കും ബേക്കറികൾക്കും മതിയായ മാലിന്യ സംസ്കരണ സംവിധാനമൊരുക്കാൻ പഞ്ചായത്ത് കർശന നിർദ്ദേശം നൽകി. 3 മാസത്തിനുള്ളിൽ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കണമെന്നാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശം. കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ഹോട്ടലുകളിലും ബേക്കറികളിലും ബാറ്, കള്ളുഷാപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശം നൽകി. ഹോട്ടലുകളുടെയും ബേക്കറികളുടെയും പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശം ഗ്രാമപഞ്ചായത്ത് അധികൃതർ നൽകിയത്. കൂടല്ലൂർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് നടപടികൾ കർശനമാക്കുന്നതായി അറിയിച്ചത്. സെപ്റ്റംബർ 1 മുമ്പായി വ്യാപാര സ്ഥാപനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന 40 മൈക്രോണിൽ താഴെയുള്ള മുഴുവൻ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും നീക്കം ചെയ്യണമെന്നോ വിറ്റഴിക്കുകയോ ചെയ്യണമെന്നാണ് പഞ്ചായത്തിന്റെ പ്രധാന നിർദ്ദേശം. ഹോട്ടലുകളും ബാറിലും ഇറച്ചിക്കടകളിലും കളിഷാപ്പിലും അടക്കമുള്ള സ്ഥാപനങ്ങളിൽ 3 മാസത്തിനുള്ളിൽ സ്വന്തം ചെലവിൽ മതിയായ മലിനജല സംസ്കരണ സംവിധാനം ഉണ്ടാക്കണമെന്നും പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ പല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഓടയിലേക്കും അതുവഴി പ്രധാന ജലസ്രോതസ്സായ വലിയ തോടിലേക്കും മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്ത് നടപടികൾ കർശനമാക്കി രംഗത്തെത്തിയത്. മലിനജല നിർമ്മാർജ്ജന പദ്ധതിക്ക് 50% തുക പഞ്ചായത്തിൽ നിന്ന് സബ്സിഡിയായി നൽകുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TS രമാദേവിയുടെ അധ്യക്ഷതയിലാണ് പ്രതിനിധിതല യോഗം നടന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീലാമ്മ തോമസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനിവാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ ശോഭ്യാമ്മ പീറ്റർ, രമേശൻ, രമ രാജു, അഡ്വക്കേറ്റ് KK ശശികുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. യോഗം വിളിച്ചിട്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രം കൂടല്ലൂരിലെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സ്ഥാനത്തിൽ യോഗം ചേർന്ന് തീരുമാനിച്ച കാര്യങ്ങൾ 40 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക്കുകൾ വിൽക്കുന്നത് നിരോധിക്കാൻ തീരുമാനിച്ചു. നിലവിൽ വിൽക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും വ്യാപാരികൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ 1-ാം തീയതിക്ക് മുമ്പ് ആ പ്ലാസ്റ്റിക്കുകളെല്ലാം വിറ്റ് തീരണം. 1-ാം തീയതി മുതൽ ഈ തീരുമാനം കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. രണ്ടാമതായിട്ട് ഹോട്ടലുകളും അതുപോലെ മറ്റ് വലിയ ബേക്കറികൾ, കോഴിക്കടകൾ, ഇറച്ചിക്കടകൾ അവയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മലിനജലം 3 മാസത്തിനുള്ളിൽ അവരവരുടെ തന്നെ ചെലവിൽ അത് ട്രീറ്റ് ചെയ്ത് വേണം അവരവരുടെ സ്ഥാപനങ്ങളിലും സ്ഥലത്തും തന്നെ സംസ്കരിക്കണം. യാതൊരു കാരണവശാലും തോട്ടിലേക്കോ പഞ്ചായത്തിൻ്റെ ഓടകളിലേക്കോ അതുപോലെ തന്നെ PWDയുടെ ഓടയിലേക്കോ വഴിയിലേക്കോ ഒന്നും യാതൊരുവിധ മലിനജലവും ഒഴുക്കാൻ പാടില്ല. അതിനവർക്ക് 3 മാസം സമയം കൊടുത്തു. ശാസ്ത്രീയമായി ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന നിരക്കിൽ അവർക്ക് സബ്സിഡിയും ഈ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കാൻ വാങ്ങി കൊടുക്കുന്നതാണ്. ഇതാണ് സംബന്ധിച്ച് യോഗത്തിൻ്റെ പഞ്ചായത്തിന്റെ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഹോട്ടൽ, ബേക്കറി ഉടമകളുടെ പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു. നമ്മൾക്ക് പ്ലാസ്റ്റിക് മാക്സിമം ആയിട്ട് 40 മൈക്രോണിൽ താഴെയുള്ളതെല്ലാം ഉപേക്ഷിക്കും. അത് കഴിഞ്ഞ് വേസ്റ്റ് പരമാലിന്യമെല്ലാം സ്വന്തമായിട്ട് തന്നെ എവിടെയും നിർമ്മാണം ചെയ്യുക. ബാക്കിയൊക്കെ വഴിയെ പിന്നീട് ഭാവി കാലങ്ങളിൽ എങ്ങനെയൊക്കെ ചെയ്ത് അത് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാവുന്ന തീരുമാനങ്ങൾ എപ്പോഴും. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളും ബേക്കറികളും നടപടികൾ പൂർണ്ണമായി നടപ്പിലാക്കുന്നതിൽ പരിമിതികളുണ്ടെന്ന വിലയിരുത്തലുകളും ഇതിനിടയിൽ ഉയർന്നിട്ടുണ്ട്. തീരുമാനം നല്ലതാണ്, ആവശ്യമാണ്. പക്ഷേ വാടക കെട്ടിടത്തിൽ നടക്കുന്ന ആൾക്കാർക്ക് വാടക കെട്ടിടത്തിൽ ഒരു പരിധി വരെ അതിനപ്പുറം ചെയ്യാൻ സാധിക്കും. പ്ലാസ്റ്റിക് നിരോധിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. സാമ്പത്തിക ലാഭമാണ്. ദിവസം എങ്ങനെ ഉണ്ടാകുന്ന 100 രൂപയ്ക്ക് ലാഭത്തിലാണ്. പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിക്കുന്നത് നല്ലതാണ്. ജാതിത്തൈ വാങ്ങാനെത്തി നൂറുകണക്കിന് കർഷകർ നിരാശരായി മടങ്ങി. കോഴായിലെ ജില്ലാ കൃഷിത്തോട്ടത്തിലാണ് സംഭവം. വിൽക്കാനുണ്ടായിരുന്നത് 130 ജാതിത്തൈകൾ വാങ്ങാനെത്തിയത് 300-ലേറെ കർഷകർ. വെള്ളിയാഴ്ച തൈകൾ ലഭിക്കാത്തവർക്ക് അടുത്ത തവണ മുൻഗണന നൽകുമെന്ന് അധികൃതരുടെ തീരുമാനം. 130 തൈകൾ മാത്രം വിറ്റഴിക്കാനിരിക്കുകയാണ് 300ഓളം പേർ ജാതിത്തൈകൾ വാങ്ങാനായി രാവിലെ തന്നെ ജില്ലാ കൃഷിത്തോട്ടത്തിലെത്തിയത്.
അതിപുലർച്ചെ ജില്ലാ കൃഷിത്തോട്ടത്തിൽ വലിയ ആൾക്കൂട്ടം കണ്ട് വിവരമന്വേഷിച്ച പലരും ജാതി കിട്ടുമെന്ന ധാരണയിൽ ക്യൂവിൽ ഇടം തേടുന്ന സാഹചര്യമായിരുന്നു. 400 മുതൽ 500 രൂപ വരെ പൊതുവിപണിയിൽ ജാതി തൈക്ക് നൽകേണ്ടി വരുമ്പോൾ 125 രൂപ വിലയ്ക്ക് ഗുണമേന്മയുള്ള ജാതി തൈകൾ ജില്ലാ കൃഷിത്തോട്ടത്തിൽ ലഭിക്കും എന്നുള്ളതിനാലാണ് നൂറുകണക്കായ കർഷകർ ജില്ലാ കൃഷിത്തോട്ടത്തിൽ ജാതി തൈ വാങ്ങുന്നതിനായി എത്തിയത്. ജില്ലാ കൃഷിത്തോട്ടത്തിൽ ജാതിത്തൈയുടെ ഉൽപ്പാദനം പരമാവധി ഒരു വർഷം 500 എണ്ണം വരെയാണ് നടക്കുന്നത്. എന്നാൽ ആയിരക്കണക്കായ കർഷകരാണ് ജാതിത്തൈ ആവശ്യപ്പെട്ട് ജില്ലാ കൃഷിത്തോട്ടത്തിൽ എത്തിച്ചേരുന്നത്. നിലവിൽ ജില്ലാ കൃഷിത്തോട്ടത്തിലുള്ള ജാതിത്തൈകളിൽ നിന്ന് മാത്രമാണ് ബഡ്ഡിങ്ങിന് ആവശ്യമായ മുകുളങ്ങൾ ശേഖരിക്കുന്നത്. പുറത്തുള്ള ജാതികളിൽ നിന്ന് ബഡ്ഡിങ്ങിന് ആവശ്യമായ മുകുളങ്ങൾ ശേഖരിക്കാൻ അനുമതി ലഭിച്ചാൽ ഇപ്പോഴത്തെ ജാതിത്തൈകളുടെ കുറവ് പരിഹരിക്കാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അടുത്ത വർഷം കുറഞ്ഞത് 3000-ഓളം തൈകളെങ്കിലും ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ജില്ലാ കൃഷിത്തോട്ടമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഇന്നലെ ജാതിത്തൈകൾ വാങ്ങാനെത്തി നിരാശരായി മടങ്ങിയവർക്ക് 20 ദിവസത്തിനകം ജാതിത്തൈകൾ നൽകുമ്പോൾ മുൻഗണന നൽകി ജാതിത്തൈകൾ നൽകാമെന്ന ധാരണയുണ്ടായതായും പറയുന്നുണ്ട്. എന്നാൽ തൈകൾ വിൽക്കുന്നത് സംബന്ധിച്ച് മതിയായ പ്രചരണങ്ങൾ നടക്കുന്നില്ലെന്ന ആക്ഷേപം തൈകൾ വാങ്ങാനെത്തിയ ചിലർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ 10 മണിക്ക് ഇവിടെ അത് 8 മണിയായപ്പോൾ തന്നെ കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇപ്പം ഇവിടെ തൈയുടെ എണ്ണം കുറവാണെങ്കിൽ ഓരോന്ന് വെച്ച് കൊടുക്കേണ്ടിയിരുന്നു. അതിനാദ്യം വന്നവർക്കൊക്കെ 2 എണ്ണം വെച്ചാണ് ഇവർ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഡിമാൻഡ് ഇത്രേ ഉള്ളൂ, ഇവിടെ ഒന്ന് ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ തൈ കിട്ടിയിരിക്കണം. അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. മണ്ണക്കനാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ യുദ്ധവിരുദ്ധ റാലിയും ഹിരോഷിമ ദിനാചരണവും നടത്തി. ആഘോഷങ്ങളിൽ മാതാപിതാക്കളുടെ സജീവ സാന്നിധ്യം നിറഞ്ഞു നിന്നു. വിദ്യാർത്ഥികൾ സമാധാന പ്രതിജ്ഞയും എടുത്തു. യുദ്ധം വേണ്ട, ഇനിമേലിൽ ഞങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ് എന്ന വലിയ സന്ദേശം കുരുന്ന നാവുകളിൽ നിന്ന് കൂട്ടായി ഉയർന്നത് നാടിന് പുതിയ അനുഭവമായി മാറി. മണക്കനാട് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിലാണ് ഹിരോഷിമ നാഗസാക്കി ദിനാചരണം നടത്തി നാടിന്റെ ശ്രദ്ധ നേടിയത്. നാഗസാക്കി ദിനത്തിൽ യുദ്ധവിരുദ്ധ റാലിയും പ്രത്യേക അസംബ്ലിയും സ്കൂളിൽ നടത്തി. അസംബ്ലി അലോക് കൃഷ്ണ രജി ദിനാചരണ സന്ദേശം നൽകി. PTA പ്രസിഡന്റ് AJ സാബു യുദ്ധവിരുദ്ധ പ്രതിജ്ഞ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥികൾക്ക് പിന്തുണയേകി മാതാപിതാക്കളും പ്രതിജ്ഞാവാചകം ഏറ്റുചൊല്ലി. ദിനാചരണത്തിന്റെ ഭാഗമായി പോസ്റ്റർ പ്രദർശനം നടത്തുകയും സമാധാനത്തിന്റെ പ്രതീകമായി കുട്ടികൾ സഡാക്കോ കൊക്കുകളെ ഉണ്ടാക്കുകയും ചെയ്തു. ഹെഡ്മാസ്റ്റർ സാബു ഐസക്, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനീഷ് ഭാസ്കരൻ, മാതൃസംഗമം പ്രസിഡന്റ് ബിന്ദു പ്രഭാകരൻ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ആലോചിക്കുന്നത് ഈ വർഷത്തെ ഹിരോഷിമ നാഗസാക്കി ദിനത്തിൻ്റെ അന്ന് ഒരു യുദ്ധവിരുദ്ധ റാലിയോട് കൂടി നടത്തണമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നതെങ്കിലും പ്രതികൂലമായ ഒരു കാലാവസ്ഥയുള്ളതുകൊണ്ട് ഇന്ന് നമ്മൾ ഇത്തരമൊരു അസംബ്ലിയിൽ ഈ ഒരു പരിപാടി ഒതുക്കിയിരിക്കുകയാണെങ്കിൽ പോലും അതിനായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ 45-ലെ ആ കറുത്ത ദിനത്തെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു ആഗസ്റ്റ് 6 ഫാറ്റ്മാൻ എന്ന യുറേനിയം ബോംബ് അന്ന് ഒരൊറ്റ നിമിഷം കൊണ്ട് ഹിരോഷിമയിൽ കൊന്നൊടുക്കിയത് 66,000-ഓളം പേരെ ആയിരുന്നു. ആ നഗരത്തിലെ 80% വീടുകളും തകർന്നു. അണുബോംബിന്റെ ദുരന്തഫലങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ഹിബാക്കുഷ എന്ന് വിളിക്കപ്പെടുന്നവരാണ് ഈ ദുരന്തത്തിന്റെ ബാക്കി പത്രങ്ങൾ. പദ്ധതി രൂപീകരണ ഗ്രാമസഭകൾ സജീവമായി. കുറവലങ്ങാട്, ഞീടൂർ പഞ്ചായത്തുകളിൽ ഗ്രാമസഭകൾ പകുതി പിന്നിട്ടു. മരങ്ങാട്ടുകുളിയിലും ഗ്രാമസഭകൾ സജീവം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെയും 2012, 2013, 2014 സാമ്പത്തിക വർഷത്തെയും പദ്ധതികളുടെ രൂപീകരണമാണ് ഗ്രാമസഭകളിൽ നടക്കുന്നത്. വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് വർക്കിംഗ് ഗ്രൂപ്പുകളിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ഗ്രാമസഭകളിൽ ചർച്ച ചെയ്ത് വികസന സെമിനാറിൽ അവതരിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് പഞ്ചായത്തുകൾ തോറും വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഗ്രാമസഭകൾ നടന്നുവരുന്നത്. പശ്ചാത്തല മേഖലയിൽ 45% വരെ ഫണ്ട് വകയിരുത്തും വിധമാണ് പദ്ധതികൾ ക്രമീകരിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ മുൻവർഷങ്ങളിൽ വ്യത്യസ്തമായി സേവന ഉത്പാദന മേഖലകളിൽ പദ്ധതി വിഹിതം വിലയിരുത്തുന്നത് സംബന്ധിച്ച് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഉൽപാദന മേഖലയിൽ ഫണ്ട് വകയിരുത്താനുള്ള സാധ്യതകൾ കുറയുന്നതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. വനിതാ മുന്നേറ്റത്തിനായി 10% തുകയും കുട്ടികൾക്കും വികലാംഗർക്കുമായി 5% തുകയും വകയിരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. EMS ഭവന നിർമ്മാണ പദ്ധതിയുടെ വായ്പാ തുക തിരിച്ചടയ്ക്കുന്നതിനും ഫണ്ട് വകയിരുത്തേണ്ടതുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിനും പഞ്ചായത്തുകൾ പണം നൽകണം. മാതൃശിശു സംരക്ഷണത്തിനായി മുൻവർഷങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്ന് പഞ്ചായത്തുകൾക്ക് ഫണ്ട് ലഭിച്ചിരുന്നു. ഈ വർഷം മുതൽ മാതൃശിശു സംരക്ഷണത്തിന് ബ്ലോക്ക് പഞ്ചായത്തുകൾ നൽകിയിരുന്ന ഫണ്ട് ലഭ്യമാകില്ല. ഈ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ ഈ തുക പൂർണ്ണമായും കണ്ടെത്തേണ്ടുന്ന സാഹചര്യവും നിലവിലുണ്ട്. സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് വാർഷിക പദ്ധതികൾ രൂപീകരിക്കുമ്പോൾ
പഞ്ചായത്തുകളുടെ ഒന്നാകെയുള്ള പരിപൂർണമായ വികസനത്തിന് ഉപയുക്തമാകുന്ന രീതിയിൽ വാർഷിക പദ്ധതികൾ ക്രമീകരിക്കാനാണ് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. ഞീഴൂർ, കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തുകളിൽ ഗ്രാമസഭകൾ ഏകദേശം പകുതി പിന്നിട്ട് കഴിഞ്ഞു. ഞീഴൂർ പഞ്ചായത്തിലെ 6-ാം വാർഡ് ഗ്രാമസഭ 12-ന് 2-ന് പാക്കാട് CMS UP സ്കൂളിലും, 7-ാം വാർഡ് ഗ്രാമസഭ 11-ന് 2-ന് ഖാദി ബിൽഡിങ്ങിലും, 10-ാം വാർഡ് ഗ്രാമസഭ 12-ന് ഉച്ചകഴിഞ്ഞ് 3-ന് ചിറനിരപ്പ് CMS LP സ്കൂളിലും, 11-ാം വാർഡ് ഗ്രാമസഭ 12-ന് രാവിലെ 11-ന് തുരുത്തിപ്പള്ളി സെന്റ് ജോർജ് LP സ്കൂളിലും, 12-ാം വാർഡ് ഗ്രാമസഭ 11-ന് 2-ന് പാഴുത്തുരുത്ത് SKPS നഴ്സറിയിലും, 13-ാം വാർഡ് ഗ്രാമസഭ 11-ന് രാവിലെ 11-ന് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ് ഗ്രാമസഭ ശനിയാഴ്ച രാവിലെ 10:30-ന് ഗവൺമെൻറ് UP സ്കൂളിൽ ചേരും. കളത്തൂർ ഗവൺമെൻറ് UP സ്കൂളിൽ ചേരും. 11-ാം വാർഡ് ഗ്രാമസഭ നസ്രത്തിൽ വനിതാ വ്യവസായ കേന്ദ്രത്തിൽ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് നടക്കും. 2-ാം വാർഡ് ഗ്രാമസഭ 12-ന് രാവിലെ 10:30-ന് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേരും. 5-ാം വാർഡ് ഗ്രാമസഭ 12-ന് ഉച്ചകഴിഞ്ഞ് 2-ന് കോഴ പെൻഷൻ ഭവനിലും, 8-ാം വാർഡ് ഗ്രാമസഭ 12-ന് രാവിലെ 10:30-ന് പറച്ചാലിൽ അംഗനവാടിയിലും, 13-ാം വാർഡ് ഗ്രാമസഭ 12-ന് ഉച്ചകഴിഞ്ഞ് 2-ന് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലും ചേരും. കുറവലങ്ങാട് ഞീഴൂർ മേഖലയിൽ പനി വ്യാപകമായി. ഞീഴൂർ പഞ്ചായത്തിൽ ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു. ആശുപത്രിയിൽ ദിനംപ്രതി എത്തുന്നത് 100 കണക്കിന് പനിക്കാർ. കാലാവസ്ഥാ വ്യതിയാനം എത്തിയതോടെ കുറവലങ്ങാട് ഞീഴൂർ മേഖലയിൽ പനി വ്യാപകമായി. ദിവസേന 100 കണക്കിന് പേരാണ് സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും പനി ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നത്. കുറവലങ്ങാട്ട് വ്യാഴാഴ്ച മാത്രം 250 പേർ ചികിത്സ തേടിയെത്തിയതായാണ് ഏകദേശ കണക്ക്. OP വിഭാഗത്തിലെത്തിയ 250 പേരിൽ ഭൂരിപക്ഷം ആളുകളും പനിബാധിതരായിരുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പനിയും ചുമയും ബാധിച്ചാണ് പനിബാധിതരായവർ എത്തുന്നതെന്ന് ആരോഗ്യവകുപ്പ് മേഖലയിലുള്ളവർ പറയുന്നു. വൈറൽ പനിയാണ് കാര്യമായി വ്യാപിച്ചിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രികളിലും ഒട്ടേറെ പേർ ചികിത്സ തേടി എത്തുന്നുണ്ട്. ഞീഴൂർ മേഖലയിൽ ഒരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. മേഖലയിൽ ഈ ആഴ്ച നിരവധി പേരാണ് പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഞീഴൂർ പഞ്ചായത്ത് 12-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളിയായ സ്ത്രീക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവർ കടുത്തുരുത്തിലെ സഹകരണ ആശുപത്രിയിൽ ദിവസങ്ങളായി ചികിത്സയിലാണ്. കഴിഞ്ഞ ആഴ്ചയിലേക്കാൾ ഈ ആഴ്ചയിൽ പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കാട്ടാമ്പാക്കിലും ഒരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതായി അറിയുന്നുണ്ട്. പാഴുത്തുരുത്തിൽ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന സ്ത്രീയുടെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധനകൾ നടത്തിയിരുന്നു. കൊതുകുകൾ വളരാനുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നത്. രോഗബാധിതരുടെ വീടുകളിലും സമീപമുള്ള വീടുകളിലും ആരോഗ്യവകുപ്പ് അധികൃതരെത്തി ബോധവൽക്കരണ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാനും ആരോഗ്യവകുപ്പ് പദ്ധതിയിടുന്നുണ്ട്. ഇനി ഇടവേള.